ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ, നമ്മുടെ ഒരു നൈറ്റി ഡിസൈൻ ആണ്. ഇത് വളരെ സ്പെഷ്യലാട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഇത് ഞാൻ ക്രോസ് സ്റ്റിച്ച്ഡ് യോക്ക് പോർഷൻ ആണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ക്രോസ് സ്റ്റിച്ചൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാനും ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഡിസൈനാണ് ഞാനിപ്പോ ഇത് കയറ്റിയേക്കുന്നത് ഈ നൈറ്റിയില്. നമുക്കിത് നൈറ്റിയിൽ മാത്രമല്ല കേട്ടോ, ചുരിദാറിൽ ചെയ്യാം, കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്സിലൊക്കെ ചെയ്യാവുന്നതാണ്. ആ ഒരു മെറ്റീരിയൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മെറ്റീരിയൽ ഇല്ലെങ്കിലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൈവച്ച് തന്നെ തയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ ക്രോസ് സ്റ്റിച്ച്. നിങ്ങൾ കണ്ടു നോക്കുക, എളുപ്പമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ക്രോസ് സ്റ്റിച്ച് നൈറ്റി തയ്ക്കാനായിട്ട് നമ്മളിപ്പോ 3 മീറ്റർ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇത് ക്രോസ് സ്റ്റിച്ച് മെറ്റീരിയലാണ്. അതായത് ഇതിന്റെ പേര് എയ്ഡ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈവൻവീവ് മെറ്റീരിയലാണ്. ഇത് നമുക്ക് ആമസോണിൽ മേടിക്കാൻ കിട്ടും. ഞാനിത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇതിന് പല കളറിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. ഈ മെറ്റീരിയലാണ് നമ്മൾ ഈ നൈറ്റിയുടെ യോക്ക് പാർട്ടിൽ, നെക്കിന്റെ പാർട്ടിൽ വെച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇതിലാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്നത്. നമ്മുടെ പാറ്റേൺ ഇതാണ്. നൈറ്റിയുടെ നെക്ക് പോർഷന്റെ അവിടെയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അവിടെയാണ് നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ഫ്ലവറും 2 ലീഫും ഉള്ള ഡിസൈനാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ക്രോസ് സ്റ്റിച്ചാണിത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അത് ചെയ്യുന്നത് മുന്നേ നമ്മൾ ആദ്യമേ നമുക്ക് നെക്കിന്റെ അളവ് എടുത്തിട്ട് വേണം ഇതിൽ വരച്ചിട്ട് ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ ഫ്ലവർ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇതിപ്പോൾ ക്രോസ് സ്റ്റിച്ചിന്റെ ഡിസൈൻ വരുന്നത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ആദ്യമേ ഈ ഒരു ഫ്ലവർ, സെന്ററിലെ ഫ്ലവർ ഉണ്ടല്ലോ വട്ടത്തിലുള്ളത്, ആ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ 4 ക്രോസുകൾ ഇട്ട് കൊടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് 4 ക്രോസ്. അതേപോലെ തന്നെ തൊട്ട് താഴെ അടുപ്പിച്ച് തന്നെ 4 ക്രോസുകൾ ചെയ്യുക. കണ്ടോ? എന്നിട്ട് ഈ 4 സെന്ററിലെ 2 ഉണ്ടല്ലോ, അതിന്റെ നേരെ മുകളിൽ അടുത്ത 2 ക്രോസ് കൂടി കൊണ്ടുവരിക. കണ്ടോ? അതുപോലെ തന്നെ താഴത്തെ 4 ക്രോസിന്റെ താഴെ ഈ നടുക്ക് 2 ഉള്ളതിന്റെ താഴെ 2 കൂടി കൊണ്ടുവരിക. ഇതാണ് ഒരു ഫ്ലവറിന്റെ ക്രോസ് വരുന്നത്. 4 അടുപ്പിച്ച് നടുക്ക് 2 വരുന്നുണ്ട്. 4 അതിന്റെ മുകളിലും താഴെയും 2 വെച്ച് അടുപ്പിച്ച് സെന്ററിൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഫ്ലവറിന്റെ മാത്രം ഡിസൈനാണ് കേട്ടോ. ഇനി ലീഫിൽ വരുമ്പോൾ നമ്മൾ സിമ്പിളാണ്. 2 ക്രോസ് സ്റ്റിച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് ഒരറ്റത്തെ ക്രോസിന്റെ അടിയിൽ, നേരെ അടിയിൽ അടുത്ത ഒരു ക്രോസ് 2 ഒരെണ്ണം കൊടുക്കുക, തൊട്ടിപ്പുറത്ത് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ഒരു ലീഫിന്റെ ഡിസൈൻ വരുന്നത്. കണ്ടോ? 2 ഇട്ട് കൊടുത്തു. ആ രണ്ടാമത് ഇട്ട് കൊടുത്തതിന്റെ നേരെ താഴെ അടുത്ത ഒരു ക്രോസ് വന്നു, അതിന്റെ ഇപ്പുറത്തും ഒരു ക്രോസ് വന്നു. ഓക്കെ, ഇതിനി എങ്ങനെയാണ് തുണിയിൽ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ നമ്മുടെ കറക്റ്റ് ഡിസൈൻ വരുന്നത്. ആദ്യമേ 2 ക്രോസ് അടുപ്പിച്ച് വന്നു, പിന്നത്തെ 4 അടുപ്പിച്ച് വന്നു, പിന്നെയും 4 അടുപ്പിച്ച് വന്നു, പിന്നെ 2 അടുപ്പിച്ച് വന്നു. ഇത് ഈ ഞാൻ റൗണ്ട് ഇട്ട് വെച്ചേക്കുന്നത് ഫ്ലവറിന്റെ മാത്രം ഡിസൈനാണ്. അതിന്റെ താഴേക്ക് വരുന്നതാണ്, ഇതാണ് ലീഫിന്റെ. ലീഫ് വന്നേക്കുന്നത് നമ്മൾ ഇവിടെ 2 ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ നേരെ തന്നെ ഈ 4ാമത്തേതിന്റെ മൂലയിൽ നിന്ന് ഈ ഒരു ലൈനിൽ 2 ഇട്ട് കൊടുക്കുക. ഈ 2ാമത്തെ ഇട്ട് കൊടുത്തതിന്റെ നേരെ താഴെ അടുത്തത് ഇട്ട് കൊടുക്കുക, അടുത്തത് ഇവിടെ ഇട്ട് കൊടുക്കുക തൊട്ടിപ്പുറത്ത്. അതുപോലെ തന്നെയാണ് ഇപ്പുറത്തെ ഈ ലീഫും നമ്മൾ ചെയ്തേക്കുന്നത്. ഈ 4 മൂലയിൽ നിന്നും, അതായത് ഈ 2 ഇട്ടതിൻ്റെ നേരെ
നേരെ ഇപ്പുറത്ത് ഒരു ലൈൻ വിട്ട് ഒരു കള്ളി വിട്ടിട്ടാണ് നമ്മൾ ഇപ്പുറത്തേക്ക് ചെയ്യുന്നത്. അത് ഈ നാലാമത്തേൻ്റെ മൂലയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങി 2 ഇട്ട് കൊടുക്കുക. ഈ രണ്ടാമത്തേൻ്റെ താഴെ അടുത്ത ലൈനിൽ 2 ഇട്ട് കൊടുക്കുക. ഇത് അടുത്ത ലീഫ്. ഓക്കെ, നൈറ്റി ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്, ഇത് നമ്മുടെ ബാക്ക് പീസ്. ഫ്രണ്ട് പീസിൽ കഴുത്തിൻ്റെ നെക്ക് വൈഡാണ് ഞാനിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. കഴുത്തിൻ്റെ നെക്ക് വൈഡ് നമ്മൾ എടുക്കുന്നത് 3.5 നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മളപ്പോൾ സ്റ്റിച്ചിങ് അലവൻസ് കൂട്ടി നമ്മൾ 3.25 എടുക്കുന്നുള്ളൂ. അതൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർ ആ വീഡിയോസുകളൊന്ന് ചുരിദാർ കട്ട് നൈറ്റിയുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിപ്പോൾ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. 3.5 നെക്ക് വൈഡ് വേണ്ടത്. നമ്മൾ 3.25 എടുത്തു. ഇവിടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/4 ഇഞ്ച് കുറച്ചത്. ഇനി താഴത്തേക്കുള്ള ഇറക്കം നമുക്കിപ്പോൾ 6 ഇഞ്ച് നെക്ക് വൈഡ് ഞാൻ എടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് 5.25 ആയിരിക്കും നെക്കിൻ്റെ ഇറക്കം. ഓക്കെ, 6 ഇഞ്ച് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതൊരു സ്ക്വയർ പോലെ സ്ക്വയർ യു ആണ് വരയ്ക്കുന്നത്. ഇതിലെ ഇപ്പൊ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയലിൽ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 7 ഇഞ്ച് വിഡ്ത്തില്, നമുക്ക് 7 ഇഞ്ച് വിഡ്ത്താണ് വേണ്ടത്. അപ്പോൾ 7 ഇഞ്ച് വിഡ്ത്തില് 7 ഇഞ്ച് വിഡ്ത്ത് ഒരു ഫോൾഡിങ്ങോടുകൂടി ഞാൻ മടക്കിയിട്ടു. എന്നിട്ട് നമുക്ക് ലെങ്ത് വേണ്ടത് 10.5 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. 10.5 ഇഞ്ച് ലെങ്ത് വേണം. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് വൈഡിന്റെ അളവ് നമുക്ക് ആ നെക്ക് വെട്ടിയതുമായിട്ടൊന്ന് ബോഡി പാർട്ടുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് വേണം അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം എത്രയാണ് നെക്ക് വൈഡിന് പോകുന്നതെന്ന് അറിഞ്ഞാലേ നമുക്ക് ഡിസൈൻ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന വശത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ കഴുത്ത് വെട്ടി പോകുമ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മളിത് ഫ്രെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ഇത് വിരിച്ചിട്ടിട്ട് റഫായിട്ട് ഓരോ റൗണ്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട ഡിസൈനിന്റെ പാറ്റേൺ എവിടെയൊക്കെയാണ് എന്നുള്ളത്. പിന്നെ ഇത് നമ്മൾ ഇത് സ്ക്വയർ ആയിട്ടല്ല വയ്ക്കുന്നത്. ഈ അടിവശവും കൂടി ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുന്നു. കട്ട് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ. നമുക്ക് ഫ്രെയിമിലിട്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ സൈഡൊന്നും കട്ട് ചെയ്തില്ല, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചു. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്കിതിന് ഫ്രെയിമിലിട്ടിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറിയുടെ 2 കളർ നൂലെടുത്തിട്ടുണ്ട്. റെഡ് ഫ്ലവറും ഗ്രീൻ ലീഫും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സൂചി ഇതെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. നൂല് ഫുൾ സ്റ്റാൻഡോട് കൂടിയാണ് ഇടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഉള്ള ആ റൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ഒരു കള്ളി ഫില്ല് ചെയ്യുക. ഇതുണ്ടോ, ഇത് നമ്മളൊരു സ്ക്വയർ ബോക്സ് പോലെയാണ്. ഓരോ സ്ക്വയറിൻ്റെയും 4 മൂല ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മൂലയിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. കുത്തിപ്പൊക്കി എടുത്തു. എന്നിട്ട് ഈ മൂലയുടെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ മൂലയിലേക്ക് കുത്തി ഇറക്കി നമ്മൾ എടുത്തു.
പിന്നെ ആദ്യം കുത്തിയെടുത്തതിൻ്റെ നേരെ ഇപ്പുറത്തെ നമ്മുടെ ആ ഒരു ഗ്യാപ്പിലേക്ക് പൊക്കിയെടുക്കുക. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് കുത്തുക. ഒരു സ്ക്വയറിൻ്റെ അങ്ങേ മൂലയിൽ നിന്ന് ഇങ്ങോട്ടും ഇപ്പുറത്തെ മൂലയിൽ നിന്ന് അപ്പുറത്തെ മൂലയിലേക്ക്. ഇപ്പോൾ കണ്ടോ, ഇതൊരു ക്രോസ് സ്റ്റിച്ചായി. ഇനി നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ഈ ഇപ്പം ചെയ്ത ആ ഒരു മൂലയിൽ നിന്ന് തന്നെയാണ് അടുത്ത ക്രോസ് നമ്മൾ തുടങ്ങുന്നത്. കണ്ടോ, ഇവിടെ കുത്തിയെടുത്തു. എന്നിട്ട് ആ ഒരു സ്ക്വയർ ബോക്സിൻ്റെ ഈ മൂലയിൽ കുത്തി വീണ്ടും ഇപ്പുറത്ത് കുത്തി ഇപ്പുറത്തെ മൂലയിലേക്ക് എടുത്തു. കണ്ടോ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് ലൈനിൽ 2 എണ്ണമായി. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ലൈനിൽ 4 എണ്ണമാണ് നമുക്ക് വേണ്ടത്. നാലെണ്ണത്തിന് ഈ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള 2 ബോക്സ് അല്ല, അതിൻ്റെ ഇപ്പുറത്ത് വരുന്ന ബോക്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കണ്ടോ, എന്നിട്ട് ഇപ്പുറത്തെ ബോക്സിൽ ആ ബോക്സിൻ്റെ ഇങ്ങേ മൂലയിൽ കുത്തി എടുത്തു. കണ്ടോ, അപ്പം ഇതൊരു സ്ക്വയറായി. വീണ്ടും അടുത്ത ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യുക. ഇപ്പം നമ്മൾ താഴത്തെ ലൈനിൽ 3 ക്രോസ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ 4ാമത്തെ ക്രോസാണ് ഈ ഒരു ലൈനിൽ ചെയ്യുന്നത്. കണ്ടോ, അപ്പം നമ്മൾ ഫസ്റ്റ് ലൈനിൽ 2 എണ്ണം ചെയ്തു, അടുത്ത ലൈനിൽ 4 എണ്ണം ചെയ്തു. ഇനി അടുത്ത ലൈനിൽ ഇതേ 4 എണ്ണം വീണ്ടും ചെയ്യുക. വീണ്ടും അതിൻ്റെ അടിയിൽ ഇതുപോലെ 2 എണ്ണം താഴിട്ട് കൊടുക്കുക. ഓക്കെ, ഇതായപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് ലീഫ് ചെയ്യാൻ പോവാണ്. ഇതായപ്പോൾ നമ്മൾ ലീഫ് ചെയ്യാൻ ഗ്രീൻ ത്രെഡും 1 സ്റ്റാൻഡിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ 2 ക്രോസ് സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ ഇവിടുന്ന് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ തുടങ്ങുകയാണ് ലീഫ്. ഈ 4 എണ്ണം താഴത്തെ 4 എണ്ണം എൻഡ് ചെയ്ത ആ ഒരു മൂലയിൽ നിന്ന് തന്നെയാണ് കുത്തിയെടുക്കുന്നത്. അവിടെ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ ഒരെണ്ണം ഇട്ട് കൊടുത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അടുത്തത് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ 2 എണ്ണം ഈ 2 ലൈനിൻ്റെ 2 എണ്ണം ഇട്ട് കൊടുത്തതിൻ്റെ അതേ ലൈനിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഗ്രീൻ 2 എണ്ണം ഇട്ടതിൽ 2ാമത്തതിൻ്റെ അതേ മൂലയിൽ നിന്ന് തന്നെ നമ്മൾ താഴത്തേക്ക് അടുത്ത ഒരു ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതായപ്പോൾ നമ്മൾ ഇവിടെ 2 ലൈൻ ഇട്ടതിൻ്റെ ജസ്റ്റ് താഴെ നിന്ന് അടുത്ത ഒരു ലൈൻ തുടങ്ങി അവിടെയും 2 എണ്ണം ഇട്ട് കൊടുത്തു. ഓക്കെ, ഇതായപ്പോൾ നമ്മുടെ ഒരു സെറ്റ് ഫ്ലവറും ലീഫും റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്ന ആ പോർഷനുകളെല്ലാം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. അതായത് നമ്മൾ എല്ലാ ക്രോസ് സ്റ്റിച്ചുകളും ചെയ്ത് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമ്മളിത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് നെക്ക് പീസിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അതിനു മുന്നേ നമ്മൾ ഇത് 2ആയിട്ട് മടക്കി ഇതിപ്പോൾ സ്ക്വയർ പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ ഓൾറെഡി ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, അതങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പിടിപ്പിക്കാൻ പോവാണ്. കണ്ടോ,
ഇപ്പം നമ്മുടെ കർവ് ഷേപ്പിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. ഈ പീസിൽ നമുക്ക് ഫ്രണ്ട് നെക്കിന്റെ കഴുത്ത് നമുക്ക് വെട്ടിയെടുക്കാം. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് പീസിന്റെ നൈറ്റിയുടെ ഫ്രണ്ട് പീസാണിത്. അത് നമ്മൾ കറക്റ്റ് ഈ ഒരു പീസിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഇതിൽ നെക്ക് വെട്ടിക്കഴിഞ്ഞതാണ്. അപ്പോൾ അതേ അളവിൽ തന്നെ ഇതും വെട്ടിയെടുക്കാനായിട്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ച് ഈ കഴുത്ത് അങ്ങോട്ട് വെട്ടിമാറ്റുക. അപ്പോൾ നമ്മൾ ഈ യോക്ക് പീസും ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന്റെ അളവിൽ കട്ട് ചെയ്തെടുത്തു. നമ്മളിത് നൈറ്റിയിലേക്ക് പിടിപ്പിക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ ഈ അടിവശം, നെക്കിന്റെ പോർഷൻ അല്ല, ഇതിന്റെ അടിവശം ഔട്ട്ലൈൻ പോർഷൻ ഈ ലേസ് വെച്ച് നമ്മളൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് നമ്മൾ നൈറ്റിയുടെ ബോഡി പാർട്ടിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇതാണ് നല്ല വശം വരുന്നത്. അപ്പൊ അത് അടിയിലേക്ക് വരുന്ന പോലെ ഇതിന്റെ ഇവിടെ വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോഴാണ് അപ്പൊ ഇതിന്റെ എഡ്ജ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തൊന്നും കൊടുക്കുകയും ചെയ്യണ്ട. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇവിടുന്ന് പിടിപ്പിച്ച് തുടങ്ങി. പിടിപ്പിച്ച് വരുമ്പോൾ നമ്മുടെ ഈ കർവ്ഡ് വശം ഉണ്ടല്ലോ, ആ കർവ്ഡ് വശം നമ്മുടെ ലേസ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഇവിടെ വളഞ്ഞു വരില്ല. അപ്പൊ അതിനായിട്ട് നമ്മളിവിടെ ചെറിയൊരു മടക്ക് പോലെ ഇട്ട് കൊടുക്കുക. അപ്പൊ കറക്റ്റായിട്ട് അത് വളഞ്ഞു വന്നോളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ നമ്മൾ തിരിച്ചിങ്ങനെ ഇടുകയാണ്. അപ്പൊ തയ്യൽ തുമ്പ് ഇതിന്റെ അടിയിലേക്ക് പോകുന്ന പോലെ തന്നെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് അടിക്കണം. അതിപ്പോ അടിക്കണ്ട, നമ്മൾ നൈറ്റിയുടെ പീസയിലേക്ക് വെക്കുമ്പം അത് അടിച്ചു പോകുമ്പോൾ ഒരൊറ്റ അടിപ്പിൽ ഇതെല്ലാം കൂടി തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ വെച്ച് ഫുള്ളോടെ അടിച്ചെടുത്താൽ മതി. ഇതിപ്പോ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടാണ്. അത് കഴുത്ത് നമ്മൾ അടിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ റെഡിയാക്കിയ ക്രോസ് പീസിന്റെ പീസ് നല്ല വശം അടിയിലേക്ക് വരുന്ന പോലെ ഇതിനോട് ചേർത്ത് വെക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ഈ കഴുത്തിനെ അടിച്ചു മറിക്കാനാണ് പോകുന്നത്. അപ്പൊ നമ്മൾ 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്ത് ഇത് എടുക്കുക കഴുത്തിന്റെ അവിടെ കൂടി. ഇപ്പൊ നമ്മള് കഴുത്തിന്റെ ഭാഗം മാത്രം ഇതിലേക്ക് ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിനെ ഇവിടെ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ഇതിനെ നമ്മൾ പുറത്തേക്ക് മറിച്ചിടുകയാണ്. നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ടു. കണ്ടോ? അപ്പൊ കഴുത്തിന്റെ ഭാഗം ഫിനിഷിംഗ് ആയി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഇനി അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ അറ്റം വശം തയ്യൽ തുമ്പ്, നമ്മൾ ലേസ് അടിച്ച തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് കൊടുത്ത് ഇതും ഇതിലേക്ക് പതിച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യോക്കിന്റെ പണി കഴിയും. അപ്പൊ നമ്മൾ കഴുത്തിന്റെ വശം പതിച്ചടിച്ചു. എന്നിട്ട് നമ്മൾ ഷോൾഡർ വശം നേരെ അടിച്ചു വെച്ചു. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സൈഡ് കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പോകുന്നത്. ഇത് അടിച്ചു വയ്ക്കുമ്പോഴത്തേക്കും ഈ തയ്യൽ തുമ്പ് ലേസിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി ഇത് നമ്മൾ ഇതിലേക്ക് ബോഡി പാർട്ടിലേക്ക് പതിച്ചടിക്കാം. ഇതാ ഇപ്പൊ നമ്മുടെ യോക്ക് പോർഷൻ പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ നമ്മുടെ ഒരു നൈറ്റി ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് ബോഡി ഷേപ്പ് ചെയ്യുക, സ്ലീവ് അറ്റാച്ച്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പൊ ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ അപ്പൊ നൈറ്റിയുടെ പണി ഫുള്ളോടെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കണ്ടോ? നമ്മുടെ നെക്ക് കാണാൻ എന്ത് നല്ല ഭംഗിയാന്ന്, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ചോദിക്കും ഇതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ. അത്രയ്ക്കും ഭംഗിയുണ്ട് ഇത് കാണാൻ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഇടുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്